വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കാനഡ ഡേ ആണ്, അത് ജൂലൈ 1. ഇന്ന് പല സ്ഥലത്തും പല പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് വിചാരിച്ചു ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ, അപ്പോൾ ഒരു അവധി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ സ്ഥലത്ത് തന്നെ പോകാമെന്ന് വെച്ചു, ലൂയിസ്ബർഗ്. അപ്പോൾ ലൂയിസ്ബർഗിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ഞാൻ പോകുന്ന വഴിക്ക് പറയുന്നതായിരിക്കാം. ഇപ്പം അപ്പോൾ കാറി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇല്ല, അങ്ങനൊന്നും ഇല്ല. നമ്മൾ ലൂയിസ്ബർഗ് നമ്മള് കെറ്റപ്പൊക്കെ അടിച്ചെങ്കിൽ എങ്ങോട്ടാ പോണ്ടത് പോലും അറിയത്തില്ല. അപ്പൊ നമുക്ക് ചോദിച്ചു പോവാം. അപ്പൊ നമ്മുടെ നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഫോർട്രസ് ഓഫ് ലൂയിസ്ബർഗിലേക്കാണ്. അതൊരു കോട്ടയാണ്, അതൊരു വലിയൊരു കാസിലാണ്. പണ്ട് യുദ്ധങ്ങളൊക്കെ നടന്നൊരു പ്ലേസ് ആണ്. നമ്മളവിടെ ചെല്ലുമ്പോഴേ നമ്മളതിന്റെ പിക്ചേഴ്സിലൊക്കെ നല്ല രസമായിട്ടാണ് അത്, ഫോട്ടോസ് ആണെങ്കിൽ പിക്ചേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് റിയൽ വ്യൂ എന്താണ്, അവിടുത്തെ സറൗണ്ടിങ് എന്താണ്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 39 മിനിറ്റ്സ് എടുക്കും. അതായത് ഏകദേശം ഒരു 41 കിലോമീറ്റർ അടുപ്പിച്ച് വരും അവിടെ എത്താൻ വേണ്ടിയിട്ട്. ലൂയിസ്ബർഗ് കോട്ട ഒരു ഹോണ്ടഡ് സ്ഥലമായിട്ടാണ് പറയപ്പെടുന്നത്. നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ടും കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് എന്തെങ്കിലും ഹോണ്ടഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ ഫോർട്രസിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞ റോഡിൽ കയറി. അപ്പോൾ ഇവിടെ കുറേ വെഹിക്കിൾസ് ഒക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, കാർസ് ആണെങ്കിലും. ഇന്നിവിടെ ഭയങ്കര ബിസിയാണ്. അപ്പം നമ്മളോട് അവർ പറഞ്ഞു ഇതുപോലെ ഭയങ്കര പാർക്കിംഗ് ഫില്ലാണ്. അപ്പം നമ്മൾ ബസ്സിലായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അപ്പം നമ്മൾ നടന്ന് ഇവിടെ അടുത്തൊരു ബസ് സ്റ്റോപ്പുണ്ട്. ബസ് സ്റ്റോപ്പിലായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം നമ്മൾ കുറേ പേരുണ്ട്. ഇന്ന് ഇവിടെ ഭയങ്കര ബിസിയാണ്. അപ്പം നേരെ പോകുന്നിടത്ത് നമുക്ക് എന്ത് കടലാണോ എന്തത്? ഇവിടെ നിന്ന് നമുക്ക് ഷട്ടിൽ ബസ് കിട്ടും. എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് അതിനകത്തായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം സ്റ്റെപ്പൊക്കെ ഇറങ്ങിയാണ് നമ്മൾ പോകുന്നത്. നേരെ കടലാന്ന് തോന്നുന്നു, കണ്ടിട്ടത് കടലായിട്ട് എനിക്ക് തോന്നുന്നു. അത് കടലാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ കടൽ. തിരയൊക്കെ വളരെ കുറവാണ്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് വിസിറ്റേഴ്സിൻ്റെ ഒരു ഹോമിലാണ്. അതാണ് വിസിറ്റേഴ്സ് ഹോം എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ പേരുണ്ട്, നമ്മളെപ്പോലെ കുറേ പേരുണ്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുറേ പേര് ആ സൈഡിൽ നിന്ന് വരുന്നുണ്ട്, ഈ ഒരു സൈഡിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ആ സൈഡിൽ കാണാൻ കുറേ കാർസ് പാർക്ക് ചെയ്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ പാർക്കിംഗ് സ്ലോട്ടുകളായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സൈഡിലേക്ക് നോക്കിയാലും കുറേ പാർക്കിംഗ് സ്ലോട്ടുകളാണുള്ളത്. അപ്പം നമ്മളെല്ലാം ഒരുമിച്ച് വേണം പോകാൻ. അപ്പം നമ്മൾ ഇതാണ് ഇതിൻ്റെ വിസിറ്റേഴ്സ് സെൻറ്റർ. അപ്പം അപ്പോൾ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാനും ഒന്ന് പോയി നോക്കാം അവിടെ എങ്ങനെയാണെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമ്മളെപ്പോലെ ലൂയിസ്ബർഗ് കാണാൻ വന്നിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ഉള്ളിലേക്ക് പോകുമ്പോൾ എന്താ അവിടെ കാണുന്ന നോക്കാം. അവിടെ ചെല്ലുമ്പോൾ കുറേ പേര് കാണാം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. ബസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത് ബസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ്. അപ്പം നമ്മുടെ അപ്പക്കുഞ്ഞ് തോണ്ട് അവിടെ നിൽപ്പുണ്ട്. ഒരു ബിഗ് ക്യൂ ആണ്. എനിക്ക് തോന്നുന്നു താഴെ നോക്കി, താഴെയാണെങ്കിലും കുറേ പേരുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് താഴെ പോകണം തോന്നുന്നു. അപ്പം കുറേ പേര് ഓൾറെഡി അവിടെ നിൽപ്പുണ്ട്. നമ്മളിവിടെ ബസ് സ്റ്റാൻഡ് പോലെയാണ് ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ടിക്കറ്റൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ജസ്റ്റ് ഒരു മ്യൂസിയം പോലെ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഞാൻ അപ്പം ഫോർട്രസിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമുക്കത് കാണാൻ പറ്റും. ഇവിടെ വലിയൊരു ഫോർട്രസ് ആണിത്. ഇതെന്ന് പറഞ്ഞാൽ ലോയൽ ബാറ്ററി എന്ന് പറയുന്ന ഒരു അടുത്തൊരു സ്ട്രക്ചറാണ്. ഇത് വലിയൊരു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജീസസ് ഉണ്ട്, ബൈബിളുണ്ട്, പണ്ടത്തെ ബൈബിളുണ്ട്, പണ്ടത്തെ കോയിൻസുകളുണ്ട്, പിന്നെ പണ്ടത്തെ ആൾക്കാർ എഴുതാൻ ഉപയോഗിച്ച പേനയുണ്ട്.
ഇത് കപ്പലണ്ടി വരെ ഇവരെടുത്ത് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്തെ കപ്പലണ്ടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളും ഇത് തന്നെ അയക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ സ്പൂണ്, പാത്രങ്ങൾ, ഇത് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റൈലിൽ ഈ പാത്രമൊക്കെ നമുക്ക് കിട്ടും. പണ്ടത്തെ മാത്രമല്ല, ഇപ്പോഴും നമ്മൾ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പണ്ടത്തെ ക്യാൻഡിൽ കുത്തിവെക്കുന്ന സാധനം. പിന്നെ ഇതൊരു സ്ട്രക്ചർ ഇവിടെ വെച്ചിരിക്കുന്നത് ഇതാണ്, പേരെന്ന് കൊടുക്കുന്നുണ്ട്. ഇത് ലൈറ്റ് ഹൗസാണിത്. ഇവിടുത്തെ ലൈറ്റ് ഹൗസിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ട്രക്ചറാണ്. വാനൊക്കെ ഉണ്ട്. അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് ഫോർട്രസ് ഓഫ് ലൂയിസ്ബർഗ് കാണാൻ വേണ്ടിയിട്ടാണ്. ആ അതാണ് നമ്മുടെ ലൂയിസ്ബർഗ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ദാറ്റ് ഈസ് ലൂയിസ്ബർഗ്. അപ്പം നമ്മളിവിടെ കുറേ പേര് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പം നമ്മൾ വലിയൊരു ഹ്യൂജ് ക്യൂ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ ലൂയിസ്ബർഗ് എന്ന് പറയുന്നത് കാസിൽ. നമുക്കിവിടെ നിന്ന് ചെറിയൊരു വിഷയം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ, ആ ഒരു കോർണറിലേക്ക്. അപ്പോൾ നമ്മൾ അപ്പം കുറേ പേരുടെ വീഡിയോ അപ്പം പുള്ളിക്കാരി പറഞ്ഞത് ഇവിടെ ബസ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷം. നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കാസലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. വേണ്ടിയിട്ട് ബസ് വരുന്നുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ലൂയിസ്ബർഗ് കാസൽ എന്ന് പറയുന്നത്. 2 ബസ് വരുന്നുണ്ട്. ഒന്ന് നമുക്ക് കാറ് വഴിയും പോകാൻ പറ്റും, പക്ഷെ പാർക്കിംഗ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ബസ്സിൽ വരുന്നത്. ഷട്ടിൽ ബസ്സിലായിരിക്കും നമ്മൾ ലൂയിസ്ബർഗ് കാണാൻ വേണ്ടി പോകുന്നത്. ഇവർ തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് പോയി ക്യൂ നിൽക്കട്ടെ, അല്ലെങ്കിൽ ബസ് കിട്ടിയില്ല. ഇതാണ് നമ്മുടെ ബസ് എന്ന് പറയുന്നത്. ആൾക്കാരെ കൊണ്ട് തിരിച്ചു വന്നിട്ടുമുണ്ട് അവർ. ഇന്നിവിടെ ബസ് സർവീസ് ഇച്ചിരി കൂടുതലായിരിക്കും, കാരണം അതുപോലെ ആൾക്കാരിവിടെ വിസിറ്റിനാണെങ്കിലോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കാസിൽ കണ്ടിട്ട് തിരിച്ച് വരുന്നവരാണ് ഇവർ. അപ്പം അതാണ് നമ്മുടെ കാസിൽ. നമുക്ക് അടുത്ത് പോയി ശരിക്കുള്ള വ്യൂ നമുക്ക് കാണിക്കാം. അപ്പം നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്യൂ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ പേര് ബസ്സൊക്കെ കൊച്ചു പിള്ളേരെ കാറൊക്കെ വരെ അവർ കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബസ്. ലൈൻ നിൽക്കുകയാണ്. നമ്മൾ പോകാൻ പോകുന്ന ബസ്. നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബസ്. അപ്പോൾ ഓൾറെഡി സീറ്റൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് സീറ്റ് കിട്ടുമോ നമുക്ക് നോക്കാം. മതിയാ? ദൂരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാസിൽ. ഫൈനലി നമ്മുടെ ബസ് നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു വീട് പോലെ സംഭവമാണ്. ഇതൊരു മ്യൂസിയം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അകത്തേക്ക് കയറി നോക്കാം. ഇവിടെ നമ്പർ 1 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മ്യൂസിയമാണ് കേട്ടോ. പണ്ടുകാലത്തെ ബാരൽസാണിത്. ഏണി കാണാൻ പറ്റുന്നുണ്ട്, ലാഡർ, പിന്നെ വുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്തിന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കുറേ ടൂൾസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവർ ഫയർ കത്തിച്ചിട്ടുണ്ട്. ഇത് ഇവരുടെ ട്രഡീഷണലായിട്ടുള്ള ഡ്രസ്സുകളാണിത്. പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്താ മീനാണോ? മീൻ ഉണക്കാൻ വെച്ചേക്കുവാന്ന് തോന്നുന്നു. ഒറിജിനലാണോ തൊട്ട് നോക്കാം. അല്ല, ഇത് ഒറിജിനലല്ല, ജസ്റ്റ് ഇവർ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഡൈനിങ് ഏരിയ ഇതിവിടുത്തെ ഓരോ പാത്രങ്ങൾ, പ്ലേറ്റ്സ്, മഗ് കാര്യങ്ങൾ റൂമാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബെഡാണത്. ഇത് നമുക്കിവിടെ എൻട്രി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനിവിടെ ഇങ്ങനെ റോപ്പ് വെച്ച് ഇവർ ചെയ്തിട്ടുണ്ട്.
ബാസ്ക്കറ്റ്, പിന്നെ പണ്ടത്തെ പെന്ന്, ബോക്സ്, ചെയർ, പിന്നെ ഇവിടുത്തെ റൂമുകളൊക്കെ ഇങ്ങനെയാണ്. ബെഡ്, മാട്രസൊക്കെ. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. This is the home of Jean Galbaret. So she was an innkeeper here in Leesburg. So she was from the Basque region. So she inherited this home. And while she was staying here, she would have Basque migrants and other fishing migrants come here, and she would house them and feed them. So she married Jules de Roche, who was a fishing proprietor, and he could give the migrants supplies. And so together they were business partners, and that's why they got married, is because they could make more money, and he would be able to have his property here on the shore that way. So yeah, so that's why they live here outside of the village, so they can have the fishing. Yeah, nice explanation. ലൂയിസ്ബർഗിൻ്റെ എൻട്രിയിലോട്ടാണ് നമ്മൾ എത്താൻ പോകുന്നത്. ഇത് വലിയൊരു ക്യാസിലാണ്. അപ്പം ഈ വഴിയാണ് പ്രവേശിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മളെ ഷട്ടിൽ ബസ് അവിടെ കൊണ്ട് ഇറക്കി നമ്മളിനി മൊത്തം നടക്കുകയാണ്. ഇതിൻ്റെ എൻട്രി പോയിന്റിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. കുറച്ച് മുന്നോട്ട് നീങ്ങിയാൽ നമ്മളങ്ങോട്ട് എത്തുന്നതായിരിക്കും. ഈ ബ്രിഡ്ജിൽ കൂടെ വേണം നമ്മൾ എൻട്രൻസിലേക്ക് കടക്കാൻ, കോട്ടയിലോട്ടുള്ളത്. അപ്പോൾ ഈ ബ്രിഡ്ജിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. താഴോട്ടും മണ്ടയ്ക്കോട്ടും പൊക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരിത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പണ്ട് കാലത്ത് ഇവർ താമസിച്ചിരുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഇത് ബെഡ് പോലത്തെ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. പണ്ട് കാലത്തെ ഉടുപ്പുകൾ, എനിക്കൊന്ന് സോൾജിയേഴ്സ് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു തോന്നുന്നു. ഇത് അവർക്കിപ്പോൾ ഇതിൻ്റെ എൻട്രി കാണാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും എൻട്രി കാണും ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർക്ക് സോൾജിയേഴ്സിന് താമസിക്കാൻ വേണ്ടിയുള്ള സ്ഥലമായിരുന്നു ഇത്. ഇത് കോട്ടയാണ്. അപ്പം ഇവിടൊക്കെയാണ് പണ്ട് സോൾജേഴ്സ് ഇരുന്ന് അവർ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നത്, എന്തെങ്കിലും അറ്റാക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ. ഇത് അവർ പണ്ട് ഇരുന്ന സ്പോട്ടുകളാണ്. അപ്പോൾ ഇതുവഴിയൊക്കെയാണ് അവർ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നത്. എന്താ ഇത്? എനിക്ക് തോന്നുന്നത് ബാത്റൂമാണെന്ന് തോന്നുന്നു. ശരിക്കതൊക്കെ അറിയാം. ഇതാണ് ഇവിടുത്തെ പണ്ടത്തെ കാലത്തെ ബാത്റൂം. നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ഓരോരോ ഡിഫറെൻറ്റ് ഹൗസസ് ആണെങ്കിലും കോട്ടകളാണെങ്കിലും, അത് പള്ളി, അതൊന്ന് കുരിശ് വരെ കാണുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അകത്തോടെ കയറാൻ പറ്റും തോന്നുന്നു. കാലത്തെ പീരങ്കിയാണിത്. ഡമ്മിയാണെന്ന് തോന്നുന്നു, ഒറിജിനൽ ആണോന്ന് ഉറപ്പില്ല. എന്ത് നോക്കുന്നേ? ഓ, പണ്ടത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയ സ്പോട്ടാന്ന് തോന്നുന്നു. ഒരു ട്രയാങ്കിൾ പോലെ ഒരു ചെറിയൊരു ഹോള്. ഇതാണ് നമ്മൾ അടുത്ത വീട്. ഇതൊരു കോളനി പോലാണ് ഇവർ സെറ്റ് ചെയ്തിരിച്ചിരിക്കുന്നത്. ഇത് പണ്ടത്തെ ഒറിജിനൽ വീടാണെന്ന് തോന്നുന്നു, അതോ അവർ റിനോവേറ്റ് ചെയ്തോന്നോ കാര്യങ്ങളോ നമുക്കറിയില്ല. ഇത് അവരുടെ ഒരു ഫീൽഡ് പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലേക്ക് കയറുകയാണ്. റൂം നമ്പർ 6 ആണ്, ഹൗസ് നമ്പർ 6 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ കയറുന്നില്ല, എനിക്കത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലേക്ക് കയറുകയാണ്. നമുക്ക് അവിടെ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും, കാഴ്ച കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എംപ്റ്റി ഹൗസാണ് കണ്ടത്. ഇവിടെ ഒന്നും ഒരു കുന്തവും ഇല്ല. എനിക്കൊന്നു ഇതാണ് ബീരങ്കിക്കൊക്കെ ഇടുന്ന ഉണ്ട. ഞാൻ ആദ്യം വെച്ചു ചാണകം വട്ടത്തിൽ ഉരുട്ടി വെച്ചേക്കുവാണ്. ഇതാണ് ബീരങ്കിക്കകത്തിടുന്ന
ഗൺ, ബുള്ളറ്റ്. അപ്പം നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ആ ഹൗസ് ക്ലോസ്ഡ് ആണ്. മണ്ടയ്ക്കോട്ടും കുറേ ഹൗസസ് ഉണ്ട്. ഇത് പണ്ടത്തെ ഒരു ലൈം കില്ലായിരുന്നു. ഇവിടെ മറ്റേ ക്വിക്ക് ലൈം ബേൺ ചെയ്തിട്ട് ലൈം സ്റ്റോൺ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇത് കൺസ്ട്രക്ഷൻ ആൻഡ് റിപ്പയർ ഓഫ് ദ വാട്ടർ സോഴ്സിന് വേണ്ടിയായിരുന്നു ഇവരിത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അടുത്തൊരു പ്ലേസിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു വീടുണ്ട്. പിന്നെ വുഡ്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. പണ്ടത്തെ ആ ഒരു രീതി തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഷോക്കേസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് കയറി പോവാണ്. ഫസ്റ്റ് നമുക്ക് ഇവിടെ എന്താ കാഴ്ചകളെന്ന് ഫസ്റ്റ് നോക്കാം. പണ്ട് കാലത്ത് യുദ്ധങ്ങളിൽ പട്ടാളക്കാർ പല പല ഫോർമേഷനുകളിൽ ആണ് യുദ്ധം ചെയ്തിട്ടുണ്ട്. അതിലൊരു ഫോർമേഷനായിരുന്നു അത്. ഇത് ഇവിടുത്തെ പണ്ടത്തെ കാലത്തെ ഗണ്ണാണിത്. ഇത് മോട്ടറുകളാണ്. പല ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നല്ലോ പണ്ട് കാലത്ത് യുദ്ധം ചെയ്യാൻ. അതിലെ പല പല ആയുധങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് പണ്ട് കാലത്ത് ഷിപ്പുകളിൽ ഉപയോഗിച്ചിരുന്ന നങ്കൂരമാണ്. ഇത് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ഒരു രാജാവിൻ്റെ ഒരു ശില്പമാണ്. ഇത് ഓരോ കാലഘട്ടത്തിലും അതാത് സ്ഥലങ്ങളിൽ പല പല മാപ്പുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പണ്ടത്തെ കപ്പുകൾ, സിസേഴ്സ്, പാത്രങ്ങൾ, നീഡില്, പിന്നെ ബൈബിള്, കുരിശ്, പണ്ടത്തെ ഫോണാണെന്ന് തോന്നുന്നു. പണ്ടത്തെ ഫോണല്ല, എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ടുകാലത്തെ പാത്രങ്ങൾ, പണ്ടുകാലത്തെ പാത്രം, അവരുപയോഗിച്ച ക്ലോത്ത്സ്, പിന്നെ അവർ തുന്നുന്ന ഇത്. ഞാൻ വിചാരിച്ചത് ഒറിജിനൽ ആയിരിക്കുമെന്ന്, പക്ഷെ അല്ല. പെന്നിന് പകരം ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മൾക്ക് പെന്നിന് പകരം തൂവല് കൊണ്ടായിരുന്നല്ലോ എഴുതിയിരുന്നത്. അപ്പം അതിൻ്റെ ഒരു തൂവലിൻ്റെ ഒരു ഇത്, അതുപോലെ ഒരു എഴുത്തുകൾ, പുസ്തകങ്ങൾ. അടുത്ത നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്പോട്ടാണ് ഇവിടുത്തെ. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയൊരു ഗാർഡൻ പോലെയുണ്ട്. പിന്നെ ഇതൊരു ഹൗസാണ്. ഗാർഡനോട് ചേർന്ന് ഒരാൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി പണിത് വരുന്നുണ്ട്. പണ്ട് കാലത്തെ എഴുത്തുകൾ, അലമാരികള്, കിടക്കകള്, പിയാനോ,
രണ്ടാമത്തെ ടേബിളുകൾ അവരതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്തേക്കുക പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. എല്ലാവരും അതേപോലെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുക്കീസ് കാര്യങ്ങൾ. പിന്നെ ഇവിടോട്ട് നമുക്ക് എൻട്രി ഇല്ല, നോ എൻട്രി ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കയറ് വെച്ച് കെട്ടിയിരിക്കുന്നത്. നമുക്ക് പിന്നെ ഒരു റൂം കൂടെ ഉണ്ട് ഇവിടെ. പണ്ട് കാലത്ത് ചിക്കൻ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച ഒരു ടെക്നോളജിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണ്ടയ്ക്ക് ഒരു കാര്യം നിങ്ങൾക്ക് കറങ്ങുന്നത് സ്ക്രീനിൽ കാണാമായിരിക്കും. അതിൽ ഈ ചിക്കൻ കനലിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തന്നെ കറങ്ങും. അപ്പം അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് സൈഡിൽ കുറേ ഗിയറുകൾ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടൊരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ വെയിറ്റ് മണ്ടയ്ക്കോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഗ്രാവിറ്റി കൊണ്ട് ഈ വെയിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് വരും. അപ്പം അതിനനുസരിച്ച് ലിവർ കറങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് ചിക്കൻ്റെ അത് തന്നെ കറങ്ങി കുക്കാവും. ആ ടെക്നോളജിയാണ് പണ്ട് കാലത്ത് എന്തോരം അവരാലോചിച്ച് ഒരു കാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ഇത് അടുത്തൊരു സ്പോട്ടാണ്. ഇവിടെ എമർജൻസി സാധനങ്ങളാണ് വെച്ച് സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളത്. കൺപൗണ്ടറാണ് ഇത്. എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവരിവിടെ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടിട്ടെങ്കിൽ പേടിയാവുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ആല പോലെ ഇവിടെ ടൂൾസൊക്കെ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ടൂൾസൊക്കെ ഇരിക്കുന്നു. ഇവിടെ അയൺ റെഡ് ഹോട്ട് ആക്കിയിട്ട് അതവർ പല ഷേപ്പിലോട്ട് അവരത് മാറ്റുവാണ്. And I have to straighten it out a little bit because there's a crook in it. Small. ഷോപ്സ് ആണ്. നമുക്ക് ഡമ്മി തോക്കൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഡമ്മി തോക്കാണ്. ഡമ്മി തോക്കൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഷർട്ട്സ്, ഗ്യാസിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഷർട്ട്സ്. ഓ, ഇത് വർക്കിംഗ് ആണ്, ഫങ്ഷനിലാണത്. എനിക്കൊന്ന് അവിടെ എൻഡാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ജസ്റ്റ് റോപ്പ് വെച്ചിട്ട് അവർ കെട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങോട്ട് പ്രവേശനം പ്രൊഹിബിറ്റഡ് ആണെന്നാണ്, എൻട്രി ഇല്ല അങ്ങോട്ട്. ഇങ്ങനെ വീടുകൾ പോലത്തെ ആൾക്കാർ അന്ന് ഈ ക്യാസിൻ്റെ ഉള്ളിലെ സോൾജേഴ്സ് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അപ്പം അവിടെ എല്ലായിടത്തൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. പല സ്ഥലത്തും പ്രൊഹിബിറ്റഡ് ആണ്. ചില സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തില്ല. ഈ വീടുകളിലൊന്നും കയറാൻ പറ്റത്തില്ല, ഇട്ടേക്കുവാണ്. ഇവിടെ ഒന്നും കയറാൻ പറ്റത്തില്ല. ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. അവിടെ അങ്ങോട്ട് ക്ലോസ്ഡ് ആണ്.
ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇത് ഗവർണേഴ്സിൻ്റെ ഒരു ഓഫീസാണിത്. അതോട് ചേർന്നൊരു ചാപ്പലുണ്ട്. പ്രെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തതാണ് ഇവർ. അപ്പം ഇത് ചെറിയൊരു റൂമാണിത്. ഇവിടെയും സോൾജേഴ്സ് ഉണ്ടായിരുന്നു. പണ്ടത്തെ ആൾക്കാർ ഹാൻഡ് റൈറ്റിംഗ്. Hi. Hi. It's actually a guard house. It's a place where soldiers would come while they're on guard duty. They have a 24-hour guard period, in which time they would expect to do anything from cutting wood, cutting grass, patrolling the town, standing guard duty, pretty well anything the officer asked them to do. ഈ പുള്ളിക്കാരൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയായിരുന്നു. ബാക്കിലുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് ഗവർണേഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്നും ഇവിടുത്തെ സോൾജേഴ്സിൻ്റെ സ്റ്റോറീസും ഒക്കെ നമുക്ക് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയായിരുന്നു ഈ പുള്ളിക്കാരൻ. ഒരു 2 മണിയാകുമ്പോൾ ഇവിടുത്തെ ഷൂട്ടിംഗ് ഉണ്ടെന്നുള്ള കാര്യം, കാനഡ ഡേ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പരോളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയായിരുന്നു. നമുക്കിവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഇൻസ്ട്രക്ടറാണ്. പുള്ളിക്കാരനാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ബുള്ളറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്നിട്ട് പുള്ളിക്കാരൻ നമ്മളോട് പറയും, ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതാണിപ്പോൾ കാണുന്നത്. പണ്ടുകാലത്തെ മിറേഴ്സും പണ്ടുകാലത്ത് ഉപയോഗിച്ച ടേബിളും സ്റ്റാച്യൂസും എല്ലാം ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. മാമൂലീസൊക്കെയുള്ള സാധനം എന്തേ ഇവിടെ ഉണ്ട്. വീട് അലങ്കരിക്കാനുണ്ടാക്കിയ പല പല കാര്യങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ്, കൂട്ടുകൾ, പണ്ടുകാലത്തെ സോഫകൾ, സാധനങ്ങൾ വെക്കാൻ ഉപയോഗിച്ച പെട്ടികൾ, ഇത് ഗവർണർ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. ഇത് വേറൊരു പ്രൈവറ്റ് ബെഡ്റൂമാണ് പണ്ട് കാലത്തെ. അത് അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതും വേറൊരു റൂമാണ്. അവരുടെ മേശകളും അവരുടെ ഫോട്ടോസും പിന്നെ ഫയർ വർക്ക് പ്ലേസും എല്ലാം അവരതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പഴയ ചെയേഴ്സ്, I feel great.
They won and they back. No, I asked him about. നമ്മളെ ഇവരെ 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒരു ഇംഗ്ലീഷ് ഗ്രൂപ്പും ഒരു ഫ്രഞ്ച് ഗ്രൂപ്പുമായിട്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഫ്രഞ്ച് അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവരെ അതിനുവേണ്ടിയാണ് ഈ 2 ഗ്രൂപ്പായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അപ്പം പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു സോൾജിയറിൻ്റെ ജീവിതം അക്കാലത്ത് എങ്ങനെയായിരുന്നു, അവർ ഏത് സമയത്തായിരുന്നു വരേണ്ടത്, അവരുടെ ഡ്രസ്സുകൾ, അവർ എന്തൊക്കെയായിരുന്നു അവരുടെ ഡ്യൂട്ടീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പിന്നെ പുള്ളിക്കാരൻ എങ്ങനെയാണ് ഒരു ഗൺ ഷോട്ട് ചെയ്യേണ്ടതിൻ്റെ ഡെമോയും നമുക്ക് കാണിച്ചു തന്നു. പുള്ളി എങ്ങനെയാണ് ബുള്ളറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നിട്ടാണ് പുള്ളിക്കാരൻ നമുക്ക് ഡെമോ കാണിച്ചു തന്നത്. പണ്ടത്തെ ഒരു ചാപ്പലാണ് മാമോലിസ തൊട്ടി. കുമ്പസാരക്കൂടാണത്. അൾത്താര. പണ്ടുകാലത്തെ ക്യാനാണ്, എഴുത്തുകൾ, അവർ പണ്ട് തൂവൽ കൊണ്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അത് അത് സോൾജേഴ്സിനൊക്കെ താമസിക്കാൻ, കിടക്കാൻ. ഇത് സോൾജേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് താമസിച്ച ഡോമിട്രിയാണിത്. അങ്ങനെ 2-3 റൂമുകൾ അങ്ങനെ തന്നെ അവർ അറേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പണ്ടത്തെ ജയിലാണ്. നമുക്ക് ഉള്ളിലോട്ട് നോക്കുമ്പോൾ മൊത്തം ഇരുട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മളിപ്പോൾ കണ്ട ബിൽഡിങ്. ഇതാണ് നമ്മുടെ ഗവർണേഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ടൊക്കെ ഇതുവഴി കയറാൻ പറ്റും. ഇത് മണ്ടയ്ക്കോട്ട് കയറുന്ന വ്യൂ ആണിത്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ചുറ്റുമുള്ളതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പണ്ട് സോൾജേഴ്സ് ഇരുന്ന് എന്തെങ്കിലും അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കിക്കൊണ്ടിരുന്നത്. ഇതെന്ന് പറയുന്നത് പുലിയുടെ എന്തോ ഒരു ബെഡ് പോലാണത്. ഇവിടെയും ഇവർ മെയിനായിട്ട് എമർജൻസി സാധനങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്കൊരു ബോട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവരുടെ ഓരോ സ്റ്റോറേജുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. Hi, how are you guys? Good, how are you? Good, thank you. So you are into a captain's home. Oh. Captain of the military. ഇത് നമ്മളൊരു ക്യാപ്റ്റൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരു ക്യാപ്റ്റൻ ഏകദേശം 70 പടയാളികളെയാണ് നോക്കേണ്ടത്. ആ ക്യാപ്റ്റന് 6 മക്കളുണ്ട്. അപ്പം 6 മക്കളെ നോക്കാൻ വേണ്ടി വേലക്കാരികളുണ്ട്. അപ്പം ആ ഒരു വേലക്കാരിയെ റിസംബിൾ ചെയ്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന ആ സ്ത്രീ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത് ഒരു പരേഡാണ്. ഇവർ ഇവിടെ വെച്ച് നമ്മളെ ഡെമോ ആയിട്ട് എങ്ങനെയാണ് ഫയർ ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ലൈനപ്പായിട്ട് ഗവർണേഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഒരുമിച്ച് പോകും.
ഈ കാണാൻ പോകുന്നത് രണ്ടും സോൾജേഴ്സ് പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലേസാണിത്. ഇത് നമ്മുടെ എൻട്രൻസ് ആയിട്ട് വരും. ഇതുവഴിയാണ് നമ്മൾ വന്നത്. ഇതിൻ്റെ ടോപ്പ് പോർഷനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി തിരിച്ചു പോകാൻ ബസ്സിന് ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. നമ്മൾ ചെന്ന് കുറച്ച് നേരം നിന്നത്തേന്. അപ്പം ഇഷ്ടപ്പെട്ടോ? ക്യാഷിൽ ഇഷ്ടപ്പെട്ടോ? കണ്ടിട്ട് എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങളുടെ ലൂയിസ്ബർഗ് ജേണി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകളാണെങ്കിലും ഇവിടുത്തെ കൾച്ചർ ആണെങ്കിലും ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിലേക്കും കാനഡ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. Till then, bye bye. Happy